ചാമിയാലയിലെ ഭില്ലേശ്വർ മഹാദേവ ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഒരു ദിവസം ശാന്തമായ ഗ്രാമാന്തരീക്ഷത്തിൽ താമസിക്കുകയും ചെയ്തു. ഇനി ചാമിയാലയിൽ നിന്നുള്ള യാത്ര ചന്ദ്രപദനി ക്ഷേത്രത്തിലേക്കാണ്. വഴി വിജനമാണ്. ഇടയ്ക്ക് ഒരു വാഹനം പോലും കടന്നു പോകുന്നില്ല. ഏപ്രിൽ അവസാനമായതിനാൽ ചൂട് തുടങ്ങിയിട്ടുണ്ട്. വഴിയരികിലെ പുല്ലുകൾ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. 74 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഈ ഭാഗത്ത് ഹിമാലയത്തിന് മറ്റൊരു പ്രകൃതിയാണ്. കടുപ്പമേറിയ പാറകൾ നിറഞ്ഞതാണ് ഈ ഭാഗമൊക്കെ. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ചൂടുണ്ടെങ്കിലും നല്ല കാറ്റ് വീശുന്നതിനാൽ ഒട്ടും ചൂട് അനുഭവപ്പെടുന്നതേയില്ല. 10-12 കിലോമീറ്ററുകൾ സഞ്ചരിച്ചപ്പോഴാണ് ഇപ്പോൾ ഒരു ബൈക്ക് കടന്നുപോയത്. ഇത്തരം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മതിയായ പെട്രോൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൂരെ ഒരു വെയിറ്റിംഗ് ഷെഡ് കാണാനുണ്ട്. ഒരു ഗ്രാമം അടുത്തെത്തി എന്ന് തോന്നുന്നു. വലതുവശത്ത് ഒരു ക്ഷേത്ര കവാടം കാണാനുണ്ട്. കുറെ ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നിർത്തിയതാണ്. ദേവൽസരി എന്ന ഗ്രാമത്തിലെ മഹാദേവ ക്ഷേത്രമാണ്. അങ്ങകലെ മലനിരകളിൽ പുക ഉയരുന്നത് കാണാം. ഗ്രാമവാസികൾ കാട് കത്തിക്കുന്നതാണത്. ക്ഷേത്രം താഴെയാണ്. പടികളിറങ്ങി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ കുറെ ആളുകളെ കാണാനുണ്ട്. ഒരു വിവാഹത്തിന്റെ ചടങ്ങുകൾ കഴിഞ്ഞ സമയമാണ്. എല്ലാ ഗ്രാമങ്ങളിലും ഇതുപോലെ ഗ്രാമക്ഷേത്രങ്ങളുണ്ട്. ചടങ്ങുകളൊക്കെ നടക്കുന്നത് അവിടെയാണ്. അടുത്തിടെ പുതുക്കിപ്പണിത ക്ഷേത്രമാണ്. ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരമ്പരാഗതമായ കല്ലുകൾ കൊണ്ട് മേൽക്കൂര പാകിയ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. എല്ലാം പുതുക്കി പണിയുന്നത് കോൺക്രീറ്റ് മാതൃകയിൽ തന്നെയാണ്. പൗരാണികതയോ ശില്പഭംഗിയോ ഈ ക്ഷേത്രങ്ങൾക്ക് ഇന്ന് തീരെയില്ല. സ്ത്രീകൾ ഒരു വശത്തു കൂടിയിരുന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. താളവാദ്യങ്ങളൊക്കെയുണ്ട്. അവരും വിശ്രമത്തിലാണ്. ഉച്ചയ്ക്ക് 12 മണിയോടടുത്താണ് ഇവിടെ എത്തിയത്. സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഒരു വശത്ത്. എല്ലാവരും ഭക്ഷണത്തിനായുള്ള കാത്തിരിപ്പാണ്. ഇവിടെ വലിയൊരു നന്ദികേശനും കുറെ ചെറിയ നന്ദികേശന്മാരും. ക്ഷേത്രത്തിന് പുറത്തു കടന്നു. ഈ മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ മരങ്ങൾ മിക്കയിടത്തും കാണാനുണ്ട്. ഇനിയും വളരെ ദൂരം പോകാനുണ്ട്. പുല്ലുകെട്ടുകളുമായി പോകുന്ന സ്ത്രീകളെ പിന്നിട്ട് വീണ്ടും യാത്ര തുടരുന്നു. ഇവിടെ പല സ്ഥലത്തും റോഡിൽ ടാറിങ് ഇളകിപ്പോയി തകർന്നാണ് കിടക്കുന്നത്. വഴിയരികിൽ പാറക്കെട്ടുകൾക്കിടയിൽ അങ്ങിങ്ങായി പൈൻ മരങ്ങൾ വളരുന്നുണ്ട്. തികഞ്ഞ ഏകാന്തത. ഞങ്ങളുടെ ബൈക്കിന്റെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. ഒരു വളവ് തിരിഞ്ഞപ്പോൾ കുറച്ച് വീടുകൾ കാണാനുണ്ട്. ഒരു ഗ്രാമം എത്താറായി എന്ന് തോന്നുന്നു. റോഡിന് ഇരുവശത്തുമായി മുകളിലും താഴെയുമായി പല വീടുകൾ. ബസ് സർവീസുള്ള റോഡാണിത്. വെയിറ്റിംഗ് ഷെഡിനരികെ ഒരു റോഡ് റോളർ പാർക്ക് ചെയ്തിരിക്കുന്നു. റോഡ് റീടാറിംഗ് അടുത്തു തന്നെ ആരംഭിക്കുമെന്ന് തോന്നുന്നു. മലമുകളിൽ പൈൻ മരങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടിക്കൂടി വരികയാണ്. അതിന്റെ മുന്നോടിയായാണ് ഈ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നത്. ടർപ്പന്റൈൻ നിർമ്മാണത്തിന് ഈ മരം ഉപയോഗപ്പെടുന്നു. 10 കിലോമീറ്ററോളം പോയപ്പോൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. ജാഖിനി ധാർ എന്ന ഒരു പ്രധാന ഗ്രാമമാണ് ആരംഭിച്ചിരിക്കുന്നത്.
ഇവിടെ മലമുകളിൽ എല്ലാ ഗ്രാമങ്ങളിലും കുഴൽക്കിണറുകളും ഹാൻഡ് പമ്പുകളും കാണാം. ജാഖിനി ഥാറിന്റെ ടൗൺ ഏരിയയിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത്. നല്ല വിശപ്പ് തുടങ്ങിയിരിക്കുന്നു. ഉച്ചഭക്ഷണം ഇന്ന് ഇവിടെ നിന്ന് തന്നെ ആക്കണം. ഇവിടെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമായ ഭക്ഷണം ലഭ്യമാണ്. ഞാൻ വെജിറ്റേറിയൻ ആയതിനാൽ അതിനുള്ള കടയാണ് തിരക്കുന്നത്. ഒരെണ്ണം കണ്ടെത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്യണം. ഒരുവിധം എല്ലാ സാധനങ്ങളും ലഭ്യമായ മലമുകളിലെ ഒരു കൊച്ചു പട്ടണമാണിത്. പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് യാത്ര തുടരണം. ഇവിടെ റീടാറിംഗ് കഴിഞ്ഞ നല്ല റോഡാണ്. ഇരുവശങ്ങളിലും വെളുത്ത മാർക്കിംഗ് ചെയ്ത നല്ല റോഡ്. സാമാന്യം വലിയൊരു ഗ്രാമമാണ് ജാഖിനി ഥാർ. വഴിയരികിൽ കടകളുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് പരന്ന പ്രദേശമാണിവിടെ. ഗ്രാമീണരുടെ തട്ടുതട്ടായ കൃഷിസ്ഥലങ്ങൾ കാണാനുണ്ട്. ഗോതമ്പാണ് ഇപ്പോൾ പ്രധാന കൃഷി. പല ഗ്രാമങ്ങളിലും ഇപ്പോൾ സോളാർ പാനലുകൾ കാണാനുണ്ട്. പല സബ്സിഡികളും മറ്റും നൽകി സർക്കാർ സോളാർ വൈദ്യുത പദ്ധതി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വെളുത്ത പൂക്കൾ വഴിയരികിൽ ധാരാളം കാണാനുണ്ട്. മുല്ലപ്പൂവിനെ ഓർമ്മിപ്പിക്കുന്ന പൂക്കൾ. പക്ഷേ മുല്ലപ്പൂവല്ല, മണവും മറ്റൊന്നാണ്. ഈ ഭാഗത്ത് ഇത് വഴിയരികിൽ നിറയെ കൂടുതലായി കാണാനുണ്ട്. ഈ ഭാഗം മരങ്ങൾ നിറഞ്ഞ പ്രദേശമാണ്. നല്ല തണലുള്ള റോഡ്. ചൂടും കുറവാണ്. വഴിയരികിൽ ചിലരെ കാണാനുമുണ്ട്. വീണ്ടും അല്പം മുകളിലേക്ക് കയറിയിരിക്കുന്നു. നിറയെ പൈൻ കാടുകളാണ്. അവയ്ക്കിടയിലൂടെയാണ് റോഡ്. പൈൻ മരങ്ങളുടെ കൊഴിഞ്ഞ ഇലകൾ റോഡരികിൽ വൈക്കോൽ പോലെ കിടക്കുന്നു. കാട്ടുതീ എളുപ്പത്തിൽ പടരാൻ ഇതും ഒരു കാരണമാണ്. ഒരു കാൽപ്പനിക ലോകം പോലെയുള്ള സ്ഥലം. ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള റോഡും പരിസരവും. മറ്റൊരു വെയിറ്റിംഗ് ഷെഡ്. വലതുവശത്ത് താഴെയായി ഒരു സ്കൂൾ. അവിടേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ. ഈ ഒരു അന്തരീക്ഷത്തിലെ പഠനം എത്ര രസകരമായിരിക്കുമെന്ന് ഓർത്തു. കാലത്ത് 8 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. എങ്കിലും ക്ഷീണം ഒട്ടും തോന്നുന്നില്ല. ഇവിടുത്തെ അന്തരീക്ഷത്തിന്റെ പ്രത്യേകതയാവാം. ഇവിടെ വഴിയരികിൽ ചെറിയ ചുവന്ന പൂക്കളോടുകൂടിയ ചില ചെടികൾ. ഹിമാലയ സാനുക്കളിൽ മാത്രം കാണപ്പെടുന്ന പലതരം ചെടികളുമുണ്ട്. നല്ല സുഖകരമായ കാലാവസ്ഥയാണ്. രസകരമായ റൈഡ്. ഹിമാലയത്തിലൂടെയുള്ള ബൈക്ക് റൈഡ് വളരെ ആസ്വാദികരമാണ്. ശ്രദ്ധിച്ച് ഓടിക്കണമെന്ന് മാത്രം. പലതരം ഭാവമാറ്റങ്ങൾ വരുന്ന പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാം. വീണ്ടും ചില ഗ്രാമങ്ങൾ. നേരത്തെ ഈ വഴി വന്നതല്ലേ എന്ന് തോന്നുന്ന തരത്തിൽ ഒരേപോലെയുള്ള ഗ്രാമാന്തരീക്ഷങ്ങൾ. നല്ല കാറ്റ് വീശുന്നുണ്ട്. ടെഹറി ഗഡ്വാൾ മേഖലയിൽ പെടുന്നതാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ. ഞാൻ നടത്തിയിട്ടുള്ള ഹിമാലയൻ യാത്രകളെല്ലാം തന്നെ ടെഹറി ഗഡ്വാൾ, പൗഡി ഗഡ്വാൾ മേഖലയിലേക്കാണ്. ഇവിടെ മറ്റൊരു തരം ചെടി കാണാം. മുള്ളുള്ള ചെടിയാണ്. ചെറിയ പൂക്കളും. നമ്മുടെ നാട്ടിലെ കാരമുള്ളു ചെടി ഏകദേശം ഇതുപോലെയാണ്. പക്ഷേ ഇങ്ങനെ പൂക്കളില്ല. ഇനി 11 കിലോമീറ്റർ ദൂരം കൂടി പോകണം ചന്ദ്രപദനിയിലേക്ക്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂണിലേക്ക് 136 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നും. ഇവിടെ നിന്നും അഞ്ജനി സൈൻ എന്ന സ്ഥലത്തെത്തി വേണം ചന്ദ്രപദനിയിലേക്ക് പോകാൻ. ദൂരെ അഞ്ജനി സൈൻ എന്ന ഗ്രാമം കാണാനുണ്ട്. ഗ്രാമം എത്തുന്നതിന് മുമ്പായി ഇവിടെ നിന്നും ഇടത്തോട്ടുള്ള വഴിയിലൂടെ മുകളിലേക്ക് കയറിയാണ് ചന്ദ്രപദനിയിലേക്ക് പോകേണ്ടത്.
ഇവിടെ മുതൽ ദേവദാരു വൃക്ഷങ്ങളും കണ്ടു തുടങ്ങുന്നു. ഉയരം കൂടി വരുന്നു എന്നർത്ഥം. മലമുകളിൽ എല്ലായിടത്തും ഇപ്പോൾ സ്കൂട്ടിയാണ് കാണപ്പെടുന്നത്. ഇവിടെ ഈ ചെടിയിൽ മഞ്ഞ നിറത്തിലുള്ള ചെറിയ പഴങ്ങൾ. കഴിക്കാവുന്നതാണോ എന്നറിയില്ല. തൊട്ടപ്പുറത്തെ ചെടിയിൽ നിറയെ ചെറിയ മഞ്ഞപ്പൂക്കൾ. ധാരാളം തേനീച്ചകൾ പറക്കുന്നുണ്ട്. മറ്റൊരു ചെടിയിൽ കുലകളായി ചെറിയ വെള്ളപ്പൂക്കൾ. ഇവിടെ നിന്നും വീണ്ടും ഇടത്തോട്ട് മുകളിലേക്കാണ് റോഡ്. റോഡരികിൽ 3 വിദ്യാർത്ഥിനികൾ. റൺസോളി ധാർ എന്ന സ്ഥലമാണിത്. ഇവിടെയും സ്കൂളുണ്ട്. പൈൻ വൃക്ഷങ്ങളും ദേവദാരു വൃക്ഷങ്ങളും വളരുന്ന സ്ഥലമാണിത്. ഇവിടെ വലതുവശത്ത് താഴെയായാണ് സ്കൂൾ കെട്ടിടം പ്രവർത്തിക്കുന്നത്. ചില സർക്കാർ സ്ഥാപനങ്ങളും ഈ ഭാഗത്തുണ്ട്. ദേവദാരു വൃക്ഷങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് വൃക്ഷനിബിഡമായ വഴികളാണ്. വഴിയുടെ വീതി കുറഞ്ഞിരിക്കുന്നു. സിംഗിൾ ലൈൻ ആണ്. ചില ഗ്രാമീണരെ വഴിയിൽ കാണാം. ഇവിടെ അടുത്തെവിടെയോ വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ കണ്ട സ്കൂളിൽ നിന്നും കാൽനടയായി വീട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥിനികൾ. കാൽനടയായി സ്കൂളിൽ പോയി വന്നിരുന്ന കുട്ടിക്കാലം ഓർമ്മയിൽ വന്നു. റോഡ് പണിക്കായുള്ള മണലും മറ്റും വഴിയരികിൽ കൂട്ടിയിട്ടിരിക്കുന്നു. ഇവിടെ നിന്നും ചന്ദ്രകൂട പർവ്വതവും അതിനു മുകളിലെ ക്ഷേത്രവും കാണാനുണ്ട്. ഇവിടെ റോഡിന് വീതി തീരെ കുറവും കുത്തനെയുള്ള കയറ്റങ്ങളുമാണ്. ഹെയർപിൻ വളവുകൾ ഇടയ്ക്കിടെയുണ്ട്. ഓരോ വളവ് കഴിയുന്തോറും ഉയരം കൂടിക്കൂടി വരുന്നു. ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഓടി ഓടി വണ്ടി ചൂടായിരിക്കുന്നു. ഒന്ന് തണുക്കാൻ നിർത്തിയതാണ്. ഇവിടെ വഴിയരികിൽ കമ്മൽ പോലുള്ള ധാരാളം പൂക്കൾ. നല്ല സുഗന്ധവുമുണ്ട്. ധാരാളം തേനീച്ചകൾ പറന്നു നടക്കുന്നു. വഴിയരികിൽ കല്ലുകൾ അടുക്കി വെച്ച് ഒരു മതില് പോലെ ആക്കിയിട്ടുണ്ട്. അതിനു മുകളിൽ മുഴുവൻ ഈ പൂക്കൾ തന്നെയാണ്. ദൂരെ ചന്ദ്രകൂട പർവ്വതത്തിനു മുകളിൽ ഇപ്പോൾ ചന്ദ്രപതിനി ക്ഷേത്രം വ്യക്തമായി കാണാനുണ്ട്. ഇനിയും 5 കിലോമീറ്ററുകൾ പോകണം പാർക്കിംഗ് ലോട്ടിലേക്ക്. അവിടെ നിന്ന് 1 കിലോമീറ്റർ കുത്തനെയുള്ള പടികൾ കയറി വേണം മുകളിലെ ക്ഷേത്രത്തിലെത്താൻ. ഇവിടെ മരങ്ങൾ തിങ്ങി വളർന്ന ഭാഗമാണ്. വിജനമായ വീഥി. ബൂഢകേദാറിലേക്ക് പോയപ്പോൾ കണ്ടതുപോലെയുള്ള മരങ്ങൾ ഇവിടെയും കാണാനുണ്ട്. വളവുകൾ പിന്നിട്ട് മുന്നോട്ടു പോകുമ്പോൾ ഒറ്റയ്ക്കൊരു സ്കൂൾ വിദ്യാർത്ഥിനി നടന്നു വരുന്നു. ഈ കാണുന്ന കാടുകൾക്കിടയിൽ എവിടെയെങ്കിലും വീടുകളും ഗ്രാമങ്ങളും ഉണ്ടാകാം. വീതി കുറഞ്ഞ റോഡിനരികിൽ ബാരിക്കേഡുകൾ ഒന്നും തന്നെ ഇല്ല എന്നത് ചെറിയൊരു അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. റോഡിനരികിലെ ബാരിക്കേഡുകൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ചെറുതായിട്ടൊന്നുമല്ല കൂട്ടുന്നത്. ഈ ഭാഗത്ത് അത്തരത്തിലുള്ള പണികൾ നടന്നു വരുന്നതേയുള്ളൂ. ചന്ദ്രപദനിക്ക് മുൻപായി നൈഖരി എന്ന ഗ്രാമമാണിത്. ഇവിടെ ഒരു ഗവൺമെന്റ് ഡിഗ്രി കോളേജ് ഉണ്ട്. അതാണ് ആ കാണുന്നത്. വേറെയും ചില കെട്ടിടങ്ങളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചന്ദ്രകൂട പർവ്വതം മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു. ചന്ദ്രപതിനി ക്ഷേത്രം ഇനിയും വളരെ ഉയരെയാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ ഒരു ക്ഷേത്ര കവാടം കാണാനുണ്ട്. പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും ഇടകലർന്ന മരക്കൂട്ടം. ജ്വാലാമുഖി ക്ഷേത്രത്തിലേതുപോലുള്ള അന്തരീക്ഷം.
ക്ഷേത്ര കവാടത്തിലെ പേരാണ് വ്യത്യസ്തമായി തോന്നിയത്, ഹൂൺഗോട്ട് ദേവത. പണ്ട് ഭാരതത്തിൽ അധിനിവേശം നടത്തിയ ഹൂണന്മാരെ പറ്റി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഹൂണന്മാരുമായി ഈ ക്ഷേത്രത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൗതുകം തോന്നി. പടികൾ കയറി ചെല്ലുമ്പോൾ മറ്റൊരു ചെറിയ കവാടം, ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. മുകളിൽ ഒരു ചെറിയ ക്ഷേത്രം, ആരെയും കാണാനില്ല. ജയ് ഹുൺഗോട്ട് ദേവതാക്കി എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഈ ഗ്രാമത്തിലെ ഏതെങ്കിലും പഴയകാല വീരനാകാം ഇവിടെ പ്രതിഷ്ഠയായി കാണപ്പെടുന്നത്. ചുമരിൽ ധ്യാനനിരതനായ ശിവന്റെ ചിത്രം. കുതിരപ്പുറത്ത് വാളേന്തിയ വീരന്റെ പ്രതിമയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി വെക്കുന്നുണ്ട്. ക്ഷേത്ര ചരിത്രം അറിയാനാണെങ്കിൽ ഇവിടെ ആരെയും കാണാനുമില്ല. ഉത്തരേന്ത്യയിൽ പലയിടത്തും ഇങ്ങനെയുള്ള മൂർത്തികളും അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളുമുണ്ട്. ഇവിടെ മരങ്ങൾക്കു മുന്നിലെ തുറസായ സ്ഥലത്ത് ഒരു ത്രിശൂലം കാണാനുണ്ട്. ഇടയ്ക്കിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്. ദേവദാരു വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിൽ ചെറിയ കായ്കൾ ഉണ്ടായി നിൽക്കുന്നു. ചന്ദ്രപദിനിയിലേക്കുള്ള യാത്ര തുടരുമ്പോൾ വഴിയരികിൽ ഒരു പഴയ ഭവനം കാണാം. കല്ലുകളടുക്കിയ ചുമരും മേൽക്കൂരയുമുള്ള തനി ഉത്തരാഖണ്ഡ് ഗഡ്വാളി ഇരുനില ഭവനം. തടികൾ ഉപയോഗിച്ചാണ് തട്ടുകൾ ഉണ്ടാക്കുന്നത്. ഇന്ന് ഈ ഭവനം തകർന്നു പോയിരിക്കുന്നു, ആൾതാമസമില്ല. എങ്കിലും ഗതകാല ചരിത്രങ്ങളുടെ സ്മാരകമായി ഈ വീട് നിലനിൽക്കുന്നു. ഇടതുവശത്തെ പുതിയ വീട്ടിൽ ഞങ്ങളെ നിരീക്ഷിച്ച് ഒരു നായ്ക്കുട്ടി നിൽപ്പുണ്ട്. പരിചിത ഭാവത്തിൽ വാലാട്ടിയാണ് നിൽപ്പ്. ഇവിടെ നല്ല വലിപ്പമുള്ള ചുവന്ന പനിനീർപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. വീടിന് മുൻവശത്തെ ഒരു തൂണിൽ ബൊഗെയ്ൻവില്ല. ഇലകൾ ഒന്നും തന്നെ കാണാനില്ല. ശരിക്കും കടലാസ് പൂക്കൾ നിറച്ചതുപോലെ. വേലി മുഴുവനും പൂക്കളാൽ അലങ്കൃതമാണ്. എല്ലായിടത്തും പൂക്കൾ തന്നെ. തൊട്ടടുത്ത പറമ്പിലെ മുള്ളുവേലിക്കരികിലും വെളുത്ത പൂക്കൾ. ഇതാണ് ചന്ദ്രപദിനിയിലെ പാർക്കിംഗ് ഏരിയ. ഇനി 1 കിലോമീറ്റർ നടന്നു തന്നെ വേണം ക്ഷേത്രത്തിലെത്താൻ. പാർക്കിങ്ങിൽ ധാരാളം കടകളുണ്ട്. പൂജാ സാമഗ്രികളും ഭക്ഷണപാനീയങ്ങളും ഒക്കെ വിൽക്കുന്ന കടകൾ. ഇവിടം കഴിഞ്ഞാൽ പിന്നെ മുകളിൽ ക്ഷേത്രത്തിനടുത്തു മാത്രമേ കടകളുള്ളൂ. ആവശ്യത്തിനുള്ള വെള്ളം കയ്യിൽ കരുതി വേണം യാത്ര തുടങ്ങാൻ. നടവഴിക്കരികിൽ ബെഞ്ചുകളിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടം മുതൽ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. താഴെ വൃത്താകൃതിയിലുള്ള പാർക്കിംഗ് ഏരിയ കാണാം. ഇതിൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുണ്ട്. 1388 മീറ്റർ ഉയരമാണ് ഇവിടെയുള്ളത്. തണുപ്പ് കാലത്ത് മഞ്ഞ് വീഴുന്ന സ്ഥലമാണിത്. ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ 2277 മീറ്റർ ആണ് ഉയരം. അതായത് 1 കിലോമീറ്റർ നടത്തം കൊണ്ട് 889 മീറ്റർ ഉയരത്തിലേക്കാണ് കയറി എത്തുന്നത്. അത്ര കുത്തനെയുള്ള കയറ്റമാണ് കയറേണ്ടത്. ഇവിടെ നടത്തമല്ലാതെ വേറെ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഉയരെയുള്ള പല ക്ഷേത്രങ്ങളിലും കുതിരയും ചുമന്നുകൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. ചിലയിടങ്ങളിൽ കേബിൾ കാർ സൗകര്യവുമുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നടക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെ വേണം എത്താൻ. കയ്യിൽ ഊന്നുവടി കരുതുന്നതും നല്ലതാണ്. അത് താഴെ കടകളിൽ ലഭ്യമാണ്.
ഇവിടെ ഉയർന്ന പ്രദേശങ്ങളിലെ ഹിമാലയങ്ങളിലൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും കാണാം ഇതുപോലെ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചുവന്ന തുണി ചുറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ കാർത്തിക് സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു കനകചൗരിയിൽ, അതിൻ്റെ വീഡിയോയിലും കാണാം ഇതുപോലെ മരങ്ങളിൽ മുഴുവൻ തുണി ചുറ്റി വെച്ചിരിക്കുന്നത്. ഇനി കയറ്റം തന്നെയാണ്, അവസാനിച്ചിട്ടില്ല. ഈ മരങ്ങളൊക്കെ അതുപോലത്തെ തന്നെയാണ്, നമ്മളവിടെ കനകചൗരിയിൽ കണ്ട അതേ മരങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. താഴെയുള്ള കാട് അതുപോലെ തന്നെയുണ്ട്, ഒരു വ്യത്യാസം തോന്നുന്നില്ലേ കാണുമ്പോൾ. ഷീറ്റിട്ടിരിക്കുന്നതിനാൽ വെയിലും മഴയും കൊള്ളാതെ നടക്കാം. ഈ അടുത്ത കാലത്താണ് ഇതിന്റെ പണി ആരംഭിച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് പോയിന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇരിക്കാൻ, നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ. പക്ഷെ എല്ലായിടത്തും അവൻ്റെ പേരൊക്കെ എഴുതി വെച്ച് സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് കുറേ പേര്. ഇവിടുന്ന് താഴെ നമ്മൾ കയറി വന്ന വഴികളും ഒക്കെ കാണാം. ഒരുവിധം ഹിമാലയത്തിൻ്റെ നല്ല വ്യൂ തന്നെ കാണാനുണ്ട്. പക്ഷെ മഞ്ഞുള്ള പർവ്വതനിരയൊന്നും കാണാനില്ല. ഇനി അത് ദൂരെ ഈ മൂടൽമഞ്ഞ് പോലെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണോ എന്നറിയില്ല. ചുറ്റുവട്ടത്തൊക്കെ നിറച്ച് പൂക്കളാണ്. ഒരു ചുവന്ന നിറമുണ്ട്, പിന്നെ വെള്ള നിറവും. നല്ല ഭംഗിയുണ്ട്. മല മുഴുവൻ അത് തന്നെയാണ്. ഇവിടെ മുകളിൽ ഷീറ്റൊക്കെ അടിച്ച് മഴ നനയാതെ വെയിൽ കൊള്ളാതെ പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈഷ്ണോദേവിയിൽ നമ്മൾ പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ്. പക്ഷെ അവിടെ വഴി വീതി കുറവാണ്. ഇവിടെ അവിടെ നല്ല വീതിയുള്ള വഴിയാണ്, ഇവിടെ വീതി കുറഞ്ഞ വഴിയാണ്, അത്രേ തോന്നുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇത്തിരി കൂടി സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. അവിടെ ഇത്രയ്ക്ക് അങ്ങനെയുള്ളത് വളരെ കുറവാണ്. വൈഷ്ണോദേവി പോവുകയാണെങ്കിൽ ജമ്മുവിൽ നിന്ന് കട്ര പോയി അങ്ങനെയാണ് അവിടേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു യാത്ര ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് ചെയ്യണമെന്നുണ്ട്. ദക്ഷയാഗത്തിന്റെ കഥ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. കൻഖൽ എന്ന വീഡിയോയിൽ ആ കഥ വളരെ വിശദമായി കാണിച്ചിട്ടുണ്ട്. കൻഖലിലെ തന്റെ രാജധാനിയിൽ ദക്ഷൻ ഒരു യാഗം നടത്തി. അതിൽ തന്റെ ആഗ്രഹത്തിന് വിപരീതമായി വിവാഹം ചെയ്ത മകൾ സതിയെയും ഭർത്താവായ പരമശിവനെയും മാത്രം വിളിച്ചില്ല. പക്ഷേ സതി ശിവന്റെ നിർദ്ദേശം അനുസരിക്കാതെ നിർബന്ധപൂർവം പിതാവായ ദക്ഷന്റെ യാഗത്തിൽ പങ്കെടുക്കുകയും ദക്ഷൻ ശിവനെ അവഹേളിക്കുന്നത് കേൾക്കേണ്ടി വരികയും ചെയ്തു. അതിൽ മനം നൊന്ത സതി യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്തു. കോപാകുലനായി സതിയുടെ പാതിവെന്ത മൃതശരീരവുമായി താണ്ഡവമാടിയ ശിവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം വിഷ്ണു സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം ഛിന്നഭിന്നമാക്കി. അത് 51 സ്ഥലങ്ങളിലായി ഭൂമിയിൽ പതിച്ചു. അങ്ങനെ സതിയുടെ ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങൾ ശക്തിപീഠങ്ങളായി കണക്കാക്കപ്പെടുന്നു. ആഭരണങ്ങൾ പതിച്ച സ്ഥലങ്ങൾ ഉപശക്തിപീഠങ്ങളായി കരുതപ്പെടുന്നു. അങ്ങനെ സതീദേവിയുടെ വക്ഷസ് പതിച്ചത് ഈ ചന്ദ്രകൂട പർവ്വതത്തിലായിരുന്നു. അതിനാൽ ചന്ദ്രകൂട പർവ്വതത്തിലെ ഈ സ്ഥലം ചന്ദ്രബദനി എന്ന പേരിൽ പ്രസിദ്ധമായി. ബദൻ എന്നാൽ ശരീരം എന്നാണ് അർത്ഥം. ഇത് മലയുടെ മറ്റൊരു ഭാഗമാണ്. ഇവിടുന്ന് അങ്ങോട്ട് തുറന്നാണ് കിടക്കുന്നത്. വെയിൽ കൊണ്ട് കയറണം. മുകളിലുണ്ടായിരുന്ന ഷീറ്റൊക്കെ കഴിഞ്ഞു. नमस्ते जी। नमस्ते जी, नमस्ते। अब दर्शन करके आ रहे? जी हाँ। अच्छा अच्छा। हाँ, आपके दर्शन करने को जाओ। हाँ जा रहे। जाओ आराम से, बहुत सुंदर। हाँ हाँ हाँ, बहुत सुंदर। नमस्ते।
ആൾക്കാർ അമ്പല ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ ചുറ്റി ചുറ്റി വരുമ്പോൾ ഈ വശത്തൊന്നും കാണാനില്ല, കാട് മാത്രമാണ്. ഇവിടെ നമ്മൾ ഇത്ര ബുദ്ധിമുട്ടി കയറുമ്പോൾ ഇവിടെ പ്രായമായിട്ടുള്ളൊരു സ്ത്രീ ഇറങ്ങി വരുന്നു. ജയ് മാതാ ദി. ഇതാണ് നമ്മൾ പറയുന്നത്, വിശ്വാസം മനുഷ്യനെ എന്തും ചെയ്യിക്കും. അവരുടെ മനസ്സിൻ്റെ വിശ്വാസം, ആ ദേവിയിലുള്ള വിശ്വാസം അത്ര ഉറപ്പുള്ളതും ബലമുള്ളതായതുകൊണ്ടാണ് അവർ പിന്നെ ആ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. ഇതുപോലെ തന്നെയുള്ളൊരു കയറ്റാണ് തുംഗനാഥ ക്ഷേത്രത്തിലേക്ക്. അതായത് ഹിമാലയത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ശിവക്ഷേത്രം അവിടെയാണ്. പഞ്ചകേദാരങ്ങളിൽ ഒന്നുമാണത് തുംഗനാഥ ക്ഷേത്രം. ഇതുപോലെ തന്നെയുള്ള കയറ്റാണെന്നാണ് അവിടെ പോയി വന്ന ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പാകും ഇപ്പോൾ ഈ കയറ്റം കയറുമ്പോൾ. ജയ് മാതാ ദി. ഇതിനിടയിലൊരു ആട് കയറി പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആടിനെ മേയ്ക്കുന്ന സ്ത്രീയാണത്. ഇവിടെ മുകളിൽ അമ്പലം കാണാനുണ്ട്, കൊട്ടൊക്കെ കേൾക്കാൻ അവിടുന്ന്. ഇനി അധികം ദൂരമില്ല. ഇവിടെ റോട്ടിലിങ്ങനെ ടൈൽസൊക്കെ ബാക്കി നല്ല ഭംഗിയായിട്ടുണ്ട്. കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇവിടെ ഇത്തിരി വലിയ കുഴപ്പമില്ല നടക്കാൻ, നല്ല സുഖമായിട്ടുള്ള നടപ്പാണ്. കാർത്തിക സ്വാമി മന്ദിരം പോയപ്പോൾ വിചാരിച്ചു അതായിരിക്കും കൂടുതൽ കഠിനം. ഇതുവരെ കയറിയിട്ടുള്ളതിൽ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ ഇത് കയറുമ്പോൾ തോന്നുന്നുണ്ട് അതിലും കഠിനമാണ് ഇത്. അവിടെ വഴിയുണ്ട്, കാട്ടിനുള്ളിൽ കൂടെ നടക്കണ്ട. അവിടെ ഒരു മുകളിലെത്തുന്നവരെ 3/4 ഭാഗത്തോളം കാട്ടിലുള്ള വഴി തന്നെയാണ് നടപ്പാത. ഇതുപോലെ ആക്കും അവിടെയും. ഇനി സ്റ്റെപ്പാണ്. ജയ് മാതാ ദി, ജയ് മാതാ ദി. ഇത്രയും സ്റ്റെപ്പ് കയറി വേണം മുകളിലെത്താൻ. ഇവിടെയാണ് ചെരുപ്പൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം.
അടുത്ത കാലത്തായി പുതുക്കി പണിതതാണ് ഇന്നീ കാണുന്ന ക്ഷേത്രം. यहाँ पे जो है माता रानी का ये तो सभी को पता है कि जो है दक्ष प्रजापति के यज्ञ में जब से भोलेनाथ का अपमान हुआ था और उनको नहीं बुलाया गया था, तो माता सती जो है क्रोधित हुई थी कि मेरे पति का अपमान क्यों किया गया है. ഇതാണ് ശിവപ്രസാദ് ഭട്ട് എന്ന ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി. ദക്ഷയാഗവും തുടർന്നുള്ള സതിയുടെ ആത്മാഹുതിയും പിന്നീടുണ്ടായ ശക്തിപീഠങ്ങളുടെ ഉദ്ഭവവുമാണ് അദ്ദേഹം വിവരിക്കുന്നത്. AD 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ ശങ്കരാചാര്യരാണ് ഇവിടെ ഒരു ശ്രീചക്രം പ്രതിഷ്ഠിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ആദ്യമായി ഒരു ചെറിയ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുന്നത്. ശങ്കരഗുരുവിനെ പറ്റി ഓർക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. യാത്രാ സൗകര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതിരുന്ന കാലത്ത് കൊടും കാടുകളിലൂടെ ഇവിടെയെല്ലാം അദ്ദേഹം എങ്ങനെ എത്തിച്ചേർന്നു എന്നത് എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നു. അദ്വൈത സിദ്ധാന്ത പ്രചരണത്തിലൂടെ സനാതനധർമ്മത്തിന്റെയും ആരാധനാലയങ്ങളുടെയും പുനരുദ്ധാരണം നടത്തിയ ആ മഹത് ആചാര്യന് മുൻപിൽ പ്രണാമം. ഒരു അസാധാരണനു മാത്രമേ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനാകൂ. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി എത്രമാത്രം കഠിനമായിരുന്നിരിക്കണം. കാർത്തിക് സ്വാമി ക്ഷേത്രത്തിലേതുപോലെ 360 ഡിഗ്രി കാഴ്ചയാണ് ഈ ക്ഷേത്രാങ്കണത്തിലും. പക്ഷെ ഗ്രാമീണർ കൊളുത്തിയ തീയിൽ നിന്നുള്ള പുക അന്തരീക്ഷമാകെ മൂടി കാഴ്ചകളെ മറയ്ക്കുന്നു. ഈ കാണുന്നത് തന്നെയാണ് പ്രധാന ക്ഷേത്രം. അതിന് തൊട്ടടുത്തായി കാണുന്നത് ഹോമമണ്ഡപമാണ്. ഹോമകുണ്ഡത്തിന് ചുറ്റുമായി കുറെ ശൂലങ്ങൾ വെച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് പുറത്തെ ചുവരിൽ ഒരു കാളിരൂപം. ക്ഷേത്രത്തെ ഒന്ന് വലം വയ്ക്കുകയാണ്. ഇവിടെ ശിവപാർവതിമാരുടെ ഒരു ശില്പമാണ്. ഇവിടെ ഗണപതി, കയ്യിൽ മലയുമായി നിൽക്കുന്ന ഹനുമാൻ. ക്ഷേത്രത്തിന് അകത്തേക്കുള്ള വഴിയാണ് ഇവിടെ. ശിവപാർവതിമാരുടെ തന്നെ മറ്റൊരു തരത്തിലുള്ള ശില്പമാണ് ഇവിടെ. ശിവന്റെ ഭൈരവരൂപം. ക്ഷേത്രത്തിനകത്തു നിന്ന് പുറത്തേക്കുള്ള വഴിയാണിവിടെ. കാർത്തിക് സ്വാമി ക്ഷേത്രത്തിലേതുപോലെ ഇവിടെയും ധാരാളം മണികൾ തൂക്കിയിട്ടിരിക്കുന്നു. ആഗ്രഹങ്ങൾ സാധിച്ചതിനു ശേഷം ഭക്തർ വഴിപാടായി കൊണ്ടുവന്ന് കെട്ടുന്നതാണ് ഇതെല്ലാം. ഇതിങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റുമായി പല വരികളിലായി കെട്ടിയിരിക്കുന്നു. കാലത്ത് 6:30 മുതൽ 8 വരെയാണ് ക്ഷേത്ര സമയം. തണുപ്പുകാലത്ത് 7:30 മുതൽ 6:30 വരെയും. ക്ഷേത്രത്തിന്റെ താഴത്തെ നിലയിൽ വേറെയും പ്രതിഷ്ഠകളുണ്ട്. ദേവിയുടെ 2 ഭാവങ്ങളിലുള്ള രൂപങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠ. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പൂച്ചെടി. കുലകളായി ബൊക്കെ പോലെ തോന്നിപ്പിക്കുന്ന വെളുത്ത പൂക്കൾ.
ഇവിടെ ഒരു ശിവാലയമാണ്. നന്ദികേശനോട് കൂടിയ ശിവന്റെ രൂപം, ഒപ്പം ശിവലിംഗ പ്രതിഷ്ഠയും. ഇവിടെ താഴേക്ക് ചവിട്ടുപടികളോടുകൂടിയ ഒരു തുരങ്കം പോലെ കാണാനുണ്ട്. ചെറിയ കൽച്ചീളുകൾ കൊണ്ട് ഭിത്തി കെട്ടിയതുപോലെയുണ്ട്. പണ്ട് ഈ ഗുഹയിലൂടെ ആയിരിക്കും കയറി വന്നിട്ടുണ്ടായിരിക്കുക, പണ്ട് കാലത്ത് ഉണ്ടായിട്ടുള്ളത്. ശങ്കരാചാര്യരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് പൂജാരിജി പറഞ്ഞത്. ശങ്കരാചാര്യർ നമ്മുടെ കേരളത്തിലെ കാലടിയിൽ ജനിച്ച് എവിടെയൊക്കെ ആൾ ചെന്നെത്തി. ജയ് ഗുരുദേവ്. കുത്തനെയുള്ള പടികളാണിതിൽ. ഇപ്പം അതിൽ വഴുക്കലായിട്ടുള്ള പോലെയാണ് കിടക്കുന്നത്. കല്ലിന് മിനുസം വന്നു. ഇപ്പം ഇതിലല്ല വഴി, വേറെ നടന്നു വരാനുള്ള വഴിയുണ്ട്. പക്ഷേ ഇതിലെ ഒരു പാറയുടെ ഇടയിൽ കൂടെയുള്ള ഒരു തുരങ്കം പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ മുകളിൽ കണ്ട പ്രധാന ക്ഷേത്രത്തിന് താഴെയായാണ് ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത്. പൂജാരിയുടെ താമസ സ്ഥലവും ഇവിടെ തന്നെയാണ്. ക്ഷേത്രത്തിൽ ഭക്തർക്കും മുറികൾ ലഭ്യമാണ്. ഇവിടെയും 2 വരികളിലായി നിറയെ മണികൾ കെട്ടിയിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നും ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ പർവ്വതശിഖരങ്ങൾ കാണേണ്ടതാണ്. പക്ഷേ കാടുകളിൽ നിന്നും ഉയരുന്ന പുകപടലങ്ങൾ ആ കാഴ്ചകൾ നഷ്ടമാക്കി. തിരക്കില്ലാത്ത സമയമായതിനാൽ വളരെ സൗകര്യമായി ദർശനം നടത്തി. വീഡിയോയും ഭംഗിയായി എടുക്കാനായി. നവരാത്രി കാലങ്ങളിലാണ് മറ്റു ദേവീക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും തിരക്കനുഭവപ്പെടുന്നത്. ഹിമാലയത്തിൽ പലതരം ധാതുക്കളുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഹിമാലയത്തിൽ തന്നെ നമുക്ക് ലിഥിയം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഈ കല്ല് കണ്ടില്ലേ, തിളങ്ങുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്ത് സാധനമാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞൂടാ. ഈ പാറ മൊത്തത്തിലാണെങ്കിലും തിളങ്ങുന്നുണ്ട്, നല്ലപോലെ തിളങ്ങുന്നുണ്ട്. ഈ പുല്ല് വഴിയിൽ മുഴുവൻ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഡ്രൈവർ പറയണ്ടായിരുന്നു ഈ സാധനം ചമ്മന്തി അരയ്ക്കും ഇത്ര ഇവിടെ, നല്ല പുളിയാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇലയ്ക്ക്. അതുകൊണ്ട് ഇത് ചമ്മന്തി അരയ്ക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത് ആള്. നല്ല പുളിയുണ്ട് ഇലയ്ക്ക്. ഇത് ചട്നി അരയ്ക്കാൻ പറ്റിയ ഇല തന്നെ, നല്ല പുളിയുണ്ട്. എല്ലാവരെയും നോക്കി ഗൗരവത്തിൽ ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. താഴെ എത്താറാകുമ്പോൾ ഇവിടെ ഒരാൾ ജ്യൂസ് വിൽപ്പനയുമായി നിൽപ്പുണ്ട്. ഈ 1 കിലോമീറ്ററിനുള്ളിലെ ഒരേ ഒരു ചെറിയ കട. ചന്ദ്രപദിനി ഫാം ഹൗസിന്റെ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്ക്. നല്ല ദാഹമുണ്ട്, ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. एक लाल कलर का फ्लावर वो दिखता है, वही है? हाँ, वही उसी का है ही बना। यहाँ पर दिख रहा है। हाँ जी, उसी का बनाते हैं। ഈ ചുവന്ന പൂക്കൾ കാണുന്നതാണ് ബുറാൻസ്. ഇതിൻ്റെ ജ്യൂസാണ് ഇപ്പോൾ നേരത്തെ നമ്മളവിടെ കുടിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. കണ്ണ് കാണാത്ത ഒരാളാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ആളുടെ കണ്ണ് 55 വയസ്സൊക്കെ ആയപ്പോഴേക്കും പോയതാണ്. RP എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം വന്നിട്ട്. അപ്പോൾ ആളിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാൻ പറ്റി. ആ വ്യക്തി കണ്ണ് കാണാതായതിനു ശേഷം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കുകയായിരുന്നു. ആദ്യം ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. പക്ഷേ വളണ്ടറി റിട്ടയർമെൻ്റ് എടുക്കേണ്ടി വന്നു. അതിന് ശേഷം കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ഇത് വിൽക്കൽ. ഇവിടെ ഫാം ഹൗസ് ഉണ്ട്. അവരിതിൻ്റെ പൂക്കൾ ശേഖരിച്ച് ഇതിൻ്റെ അച്ചാറുണ്ടാക്കുന്നുണ്ട്. പിന്നെ
ജ്യൂസ് ഉണ്ടാക്കുന്നു. മാൾട്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ബുരാൻസ്, ഇത് രണ്ടെണ്ണത്തിൻ്റെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ബെയിലിൻ്റെ, ഇതൊക്കെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പം അദ്ദേഹം അത് സ്ത്രീകൾ ഇവിടെ ചുമടായിട്ട് കൊണ്ടുവന്ന് മുകളിൽ കൊണ്ടുവന്ന് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആളത് വിറ്റ് ആണ് ഇപ്പോൾ ബാക്കി ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആളവിടെ തന്നെ വന്ന് സ്റ്റിക്ക് ഉപയോഗിച്ച് വന്ന് ആണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ ജീവിതത്തിൽ നമുക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ കാഴ്ച കുറയുകയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നിരിക്കും അതിനെ ഫേസ് ചെയ്യുന്നത്. പിന്നെ ആൾ ഡെറാഡൂണിൽ പോയി ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ പഠിച്ചതിന് ശേഷം സ്വയം നടക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് വേറൊരാളുടെ മുകളിൽ ഡിപ്പെൻഡ് ആവാതിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു അന്ധനായിട്ടുള്ള ആളെ വഴിയിൽ കാണുമ്പോൾ ഒരു റോഡ് കടക്കാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തിനെ സഹായിക്കുന്നു, കൈപിടിച്ച് അപ്പുറം കടത്തുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു നല്ല കാര്യം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീച്ചർ, ഈ കണ്ണ് കാണാത്തടുത്ത റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ ടീച്ചർ പറഞ്ഞത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് പോകാനുള്ള ഒരു മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണ് അത് ചെയ്തത്. അതായത് നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ ലെവലിനെ കുറയ്ക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഹെൽപ്പായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. അദ്ദേഹം സഹായിച്ചു, അതെപ്പോഴും അദ്ദേഹം കൂടെ ഉണ്ടാവില്ല. അപ്പോൾ എന്നും നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരിതിൽ സ്വയം മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഡിപ്പെൻഡഡ് ആവരുത് എന്നാണ് അദ്ദേഹത്തിനെ പഠിപ്പിച്ചത്. അപ്പോൾ അതാൾ പറഞ്ഞപ്പോൾ വളരെ ശരിയാണെന്ന് തോന്നി. പിന്നെ ആർക്കറിയാം എന്തൊക്കെ കർമ്മഫലങ്ങളാണ് ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുന്നത്. അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്, എന്തെങ്കിലും അനുഭവിക്കാനുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ അകക്കണ്ണ് തുറപ്പിച്ചു. പുറത്തുള്ള കാഴ്ച പോയെങ്കിലും അകക്കണ്ണ് തുറന്നിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്. ഈശ്വരോ രക്ഷതു. ഓരോ യാത്രയും പുതിയ പാഠങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ വളരെ ലളിതമായി കാണാമെന്ന് പറഞ്ഞു തരുന്നു. വഴികളിലെ ഓരോ വളവിലും എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. അതുപോലെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും എന്താണ് നടക്കാൻ പോകുന്നതെന്നും നമുക്കറിയില്ല. ജീവിതത്തിലെ വളവുകളിൽ കാണാൻ പോകുന്ന ആ കാഴ്ചകൾക്കായി യാത്ര തുടരുന്നു. ഇനി ദേവപ്രയാഗിലേക്ക്. കഴിഞ്ഞ യാത്രയിൽ കാണാൻ വിട്ടുപോയ പലതും കാണാനുണ്ട്. ആ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.